ഹലോ നമസ്കാരം. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ പന്തലാണ് കേട്ടോ. പക്ഷേ ഇവിടെ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട്. ആ ഒളിച്ചിരിക്കുന്നയാളെ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യുക. മൂത്തോ പാകമായോ എന്ന് ഒരു പിടുത്തവും ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒളിച്ചിരിക്കുന്നയാൾ നമ്മളിന്ന് പറിച്ചെടുക്കാൻ പോവാം. 2 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ കുഞ്ഞതായിട്ട് നിന്നത് കുഞ്ഞതായി തന്നെ നിന്ന് വാടി വീണു കേട്ടോ. അപ്പോൾ ഇവനെ നമ്മൾ ഇതിൻ്റെ പന്തലിൻ്റെ അടിയിൽ കൂടെ പോയി വേണം പൊട്ടിച്ചെടുക്കാൻ. ഇതുണ്ടോ, മുഴുവൻ സ്പൈഡർ വെബ് ഇവിടെയൊക്കെ. ഇതെൻ്റെ മോൻ്റെ പരിപാടിയാണ്. നോക്ക്, ഇവിടെയൊക്കെ കുഴിച്ച് തൂമ്പ കണ്ട അവൻ്റെ പരിപാടി. പിടിച്ച് ഇത് മൂത്തോന്ന് നമുക്കറിയത്തില്ല കേട്ടോ. സ്വീറ്റ് മൊസാമ്പിയാണെന്നും പറഞ്ഞ് വാങ്ങിയതാണ്. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ ഇത് കണ്ടോ, എന്നെ ഇതിങ്ങനെ ചാടി കിടക്കുമായിരുന്നു. ഇത് കുഞ്ഞിതാണ് കേട്ടോ. അതിൻ്റെ അകം കണ്ടോ പൊളന്ന് വാടി വീണു ഈ ചെറുത്. അപ്പോൾ ആ വലുതിനെ ഇനി നിർത്തണ്ടെന്ന് വിചാരിച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ജ്യൂസ് അടിച്ചിട്ട് നോക്കാം, നല്ല മധുരം ഉണ്ടോ എന്ന് പൊളിച്ചൊക്കെ നോക്കാം കേട്ടോ. ഇതിൻ്റെ സൈസ് ഉണ്ടോ, നമ്മൾ കടയിലൊക്കെയുള്ള മുസാമ്പിയുടെ സെയിം സൈസ് തന്നെയുണ്ട്. നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. അപ്പോൾ ജ്യൂസ് ഉണ്ടാക്കി നോക്കട്ടെ കേട്ടോ. നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അത്രയ്ക്ക് സ്വീറ്റ് തോന്നില്ല, പക്ഷെ പുളി ഒട്ടുമില്ല. സാധാരണ മുസാമ്പിയുടെ പോലെ പുളിയില്ല. ഇനി മഴയായിട്ടാണോ എന്താ സ്വീറ്റ്നെസ് ഇല്ലാത്തതെന്ന് അറിയില്ല. പക്ഷെ നല്ല ജ്യൂസിയാണ് കേട്ടോ, ഭയങ്കര ജ്യൂസിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുറച്ച് മധുരം ഇട്ടു, എന്നാലും ഒരുപാട് പുളിയൊന്നുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മഴയുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പം സ്വീറ്റ്നെസ് അത്ര ആകാത്ത. എന്നാലും കുഴപ്പമില്ല, പുളിപ്പൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഓരോ സ്വീറ്റ് മുസാമ്പി പ്ലാന്റ് വാങ്ങി വെക്കും കേട്ടോ.